ശ്രീ എം അരുൺ, ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഈ സിനിമയിലെ തർക്കത്തിൽ എന്തായാലും സർക്കാർ ഇടപെടുന്നില്ല എന്നാണ്. പക്ഷേ സിനിമ സമരത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അത് താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, വിനോദ നികുതി പോലെയുള്ള കാര്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിലെ ഒരു കാര്യം മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഈ ഇദ്ദേഹം ആരാണ്, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അതിലേക്ക് ചർച്ച പോകുന്നത്. അരുൺ, ഈ വിഷയത്തില് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഡ്യൂസേഴ്സിന്റെ പ്രതിനിധിയും അതിനുശേഷം സംസാരിച്ച ശ്രീ വിനുഗിരിയത്തൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോകുന്നതാണ്. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഒരു ബിസിനസ് എന്ന രീതിയിൽ ഉള്ള ചർച്ചകളും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഉണ്ടായിട്ടുള്ള പ്രശ്നമല്ല, ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല താരങ്ങളുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2010 മുമ്പും ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ താരങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇവര്. നാളെ ഇവരുടെ നിലപാട് മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ വിഷയത്തിൽ താരങ്ങൾ സിനിമയുടെ ചെലവ് കൂട്ടി ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു എന്ന ഒരു അഭിപ്രായവും എന്ന ഒരു ചർച്ചയും സജീവമാകുമ്പോൾ ഇത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ തീരുമാനിക്കേണ്ട കാര്യം എല്ലാ സിനിമാ സംഘടനക്കാരും ഇതുമായി ബന്ധപ്പെട്ട യോജിച്ച ചർച്ചകൾ നടത്തുക. ഒന്നാമത്തെ കാര്യമാണ് യോജിച്ച ചർച്ചകൾ നടത്തി ഈ വിഷയത്തിന് പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമം നടത്തുക. സിനിമയ്ക്ക്, അതായത് ഇത്തരത്തിലുള്ള സിനിമ കച്ചവട സിനിമയ്ക്ക് പുറത്തു നിന്ന് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ക്രിയാത്മകമായ ചർച്ചകളും കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിലനിന്നാൽ സിനിമാ മേഖല കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ റിലീസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോ നഷ്ടമാണെന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നെങ്കിൽ തന്നെയും ഈ സിനിമ ചെയ്യാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നത് അത്രമാത്രം വലിയ നഷ്ടമാണെങ്കിൽ അങ്ങനെ വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോ കർണാടക ഫിലിം ഇൻഡസ്ട്രി വളരെ താഴെയായിരുന്നു. KGF പോലുള്ള സിനിമകൾ വന്നിട്ട് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഇൻഡസ്ട്രി ആയിട്ട് കർണാടകയിലൊക്കെ സിനിമ മാറിയിട്ടുണ്ട്. അപ്പോ പുതിയ ആളുകൾ കടന്നു വരട്ടെ, പുതിയ ആളുകൾ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരട്ടെ, സാങ്കേതിക രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും എന്ന പോലെ തന്നെ പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പോ ഈ സമരം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ അതാത് സംഘടനയ്ക്ക് തീരുമാനിക്കാം. സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് സമരം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാം. ഇപ്പോ നേരത്തെയൊക്കെ നമുക്ക് സിനിമ സെൻസർ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അവരുടെ എന്താ പറയാ, അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. സത്യത്തിൽ അതിന്റെ വേണമെന്നുള്ളതായിരുന്നു ചർച്ച. അതിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിപ്പോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായി എന്റെ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സിനിമ സെൻസർ ചെയ്ത് തരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകളാണ്. ഇതൊരു സർക്കാർ ഇതര സംഘടനയാണ്. അതുകൊണ്ട് ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം അല്ല. സംഘടനയ്ക്ക് അകത്തുള്ളവർക്ക് മാത്രമല്ല, സംഘടനയ്ക്ക് പുറത്തുള്ളവർക്കും സിനിമ ചെയ്യാം. സമരം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാം. സമരത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. തങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്വതന്ത്ര കൂട്ടായ്മ വേറെ ഉണ്ടാക്കാം. അതൊക്കെ സാധ്യമാണ്. ഇപ്പൊ ഇവിടെ തന്നെ മഞ്ജുഷ തന്നെ പറഞ്ഞല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് താരങ്ങൾ ഒരു സാങ്കേതിക പ്രവർത്തകരുടെ, തൊഴിലാളികളുടെ സംഘടന പിളർത്തി മറ്റൊരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ സംഘടനയും ചിലപ്പോൾ ഇവരൊക്കെ കൂടി പുതിയൊരു സംഘടന ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാകാം. ശരിയാണ്. അങ്ങനെ ഒരു അത്ഭുതം, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ശ്രീ ഷിബു സുശീലൻ, അങ്ങനെ ഒരു കാര്യത്തിന് മലയാള സിനിമ